നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകാൻ പേടിയുള്ള കാലമാണെന്ന് പറയും. ചികിത്സാ ചിലവ് അത്രയ്ക്കും കൂടിയിരിക്കുകയാണെന്നും നമ്മൾ പറയാറുണ്ട്. എന്നാൽ നമ്മളിൽ പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു വലിയ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്. സാധാരണക്കാരൻ മുതൽ വലിയ സമ്പന്നർക്ക് വരെ ചികിത്സാ സഹായം ഉറപ്പാക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ച് ഓരോ മലയാളിയും കൃത്യമായും അറിഞ്ഞിരിക്കണം. സംസ്ഥാനത്ത് സാർവത്രിക ആരോഗ്യ പരീക്ഷ നടപ്പിലാക്കുന്നതിന് അനുമതി നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി അറിയിച്ചിരുന്നു. ക്യാപ്സ്, കാരുണ്യ ബെനവലന്റ് ഫണ്ട്, മെഡിസെപ്, മറ്റ് ഇൻഷുറൻസ് പദ്ധതികൾ തുടങ്ങിയവയിൽ ഉൾപ്പെടാത്ത വിഭാഗങ്ങൾക്ക് കൂടി ആരോഗ്യ പരീക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് പദ്ധതി ആവിഷ്കരിച്ചത്. കേരള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ഒരു വർഷമായി നടത്തിയ വിവിധ തലങ്ങളിലുള്ള ചർച്ചകളുടെയും പരിശോധനകളുടെയും അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും ആരോഗ്യ പരീക്ഷാ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയതെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. ഒരു ചികിത്സാ പദ്ധതിയിലും അംഗമല്ലാത്ത ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇത് ആശ്വാസമാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. 10 വർഷം മുമ്പ് ചികിത്സാ സഹായമായി നൽകിയിരുന്നത് 30,000 രൂപയാണ്, അതും 40,000 കുടുംബങ്ങൾക്ക്. ഇന്ന് സംസ്ഥാനത്ത് ക്യാപ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാ പരീക്ഷ നൽകി വരുന്നുണ്ട്. അന്നത്തെ 40,000ന്റെ സ്ഥാനത്ത് ഇന്ന് 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് ക്യാപ്സ് പദ്ധതി പ്രകാരമുള്ള കാർഡുള്ളത്. ഇതിനു പുറമെ ക്യാപ്സ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയുള്ള കുടുംബങ്ങൾക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതി പ്രകാരം 2 ലക്ഷം രൂപയുടെ ചികിത്സയും വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ അധിക ചികിത്സ ആനുകൂല്യവും ഈ പദ്ധതി പ്രകാരം നൽകി വരുന്നുണ്ട്. 2019 സംസ്ഥാന സർക്കാർ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും നടപ്പിലാക്കുന്നത്. നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മുൻപ് പാവപ്പെട്ടവർക്ക് മാത്രമായിരുന്നു ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി ആകെ മാറിയിരിക്കുകയാണ്. റേഷൻ കാർഡുള്ള ആർക്കും ഇതിന്റെ ഭാഗമാകാം. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രമുഖ സ്വകാര്യ ആശുപത്രികളിലും സൗജന്യ ചികിത്സ ഇതിലൂടെ ഉറപ്പാക്കാം. 2026 പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ഭൂരിഭാഗം സ്വകാര്യ ആശുപത്രികളും ഇപ്പോൾ ഈ പദ്ധതിയുടെ പരിധിയിൽ വരുന്നുണ്ട്. 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായമാണ് ഒരു കുടുംബത്തിന് ഒരു വർഷം ലഭിക്കുന്നത്. കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് മാത്രം ആർക്കും ചികിത്സ മുടങ്ങരുത് എന്ന സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ് ഇതിന് പിന്നില്. ഇനി ഇതിനായി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം. ഇതിനായി നിങ്ങൾ കമ്പ്യൂട്ടർ സെന്ററുകളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ ഓടി നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ അപേക്ഷ നൽകാം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ അല്ലെങ്കിൽ ഇ ഹെൽത്ത് പോർട്ടൽ വഴിയാണ് ഇത് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങളുടെ റേഷൻ കാർഡും ആധാർ കാർഡും എടുത്തു വെക്കുക. റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളുടെയും ആധാർ വിവരങ്ങളും ചേർക്കാൻ ശ്രദ്ധിക്കണം. വെബ്സൈറ്റിൽ കയറി ആധാർ നമ്പറും റേഷൻ കാർഡ് നമ്പറും നൽകുക. ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. അത് നൽകിയാൽ നിങ്ങളുടെ വിവരങ്ങൾ അതിൽ തെളിഞ്ഞു വരും. ഈ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാം വിരൽത്തുമ്പിലാണ്. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യൂണിക് ഹെൽത്ത് ID ലഭിക്കും. നിങ്ങളുടെ മുൻകാല ചികിത്സാ വിവരങ്ങൾ, മരുന്നുകൾ, അലർജി വിവരങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഡിജിറ്റലായി സൂക്ഷിക്കപ്പെടും. അപേക്ഷിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഫീസും ഓൺലൈനായി നൽകേണ്ടതില്ല. രജിസ്ട്രേഷൻ പൂർണ്ണമായും സൗജന്യമാണ്. പലർക്കും പറ്റുന്ന ചില തെറ്റുകളും ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ആധാർ കാർഡിലെ പേരും റേഷൻ കാർഡിലെ പേരും തമ്മിൽ ചെറിയ മാറ്റം പോലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഫോൺ നമ്പർ മാറ്റം വന്നാൽ OTP ലഭിക്കില്ല. അതിനാൽ ആധാറിൽ നിലവിലുള്ള ഫോൺ നമ്പർ തന്നെ നൽകാൻ ശ്രമിക്കുക. മൂന്നാമതായി, പഴയ ഇൻഷുറൻസ് കാർഡുകൾ മാറ്റാൻ മറക്കരുത്. 2026 പുതിയ നിയമപ്രകാരം ഡിജിറ്റൽ ഹെൽത്ത് ID നിർബന്ധമാണ്. നിങ്ങളുടെ റേഷൻ കാർഡ് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും ഇതിൽ അപേക്ഷിക്കാൻ തടസ്സമില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആശുപത്രിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ചികിത്സാ സഹായം ലഭിക്കാൻ നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിന് മുൻപോ അല്ലെങ്കിൽ അഡ്മിറ്റായി 24 മണിക്കൂറിനുള്ളോ ആശുപത്രിയിലെ ഇൻഷുറൻസ് കൗണ്ടറിൽ വിവരം അറിയിക്കണം. അവിടെയുള്ള ആരോഗ്യമിത്രങ്ങളുടെ സഹായവും നിങ്ങൾക്ക് തേടാം. എല്ലാ സർക്കാർ ആശുപത്രികളിലും സഹായത്തിനായി പ്രത്യേക കൗണ്ടറുകളും പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ പോകുന്ന ആശുപത്രി ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണോ എന്ന് മുൻകൂട്ടി പരിശോധിക്കുന്നത് നല്ലതാണ്. ഇതിനായി ഇ ഹെൽത്ത് വെബ്സൈറ്റിൽ ലിസ്റ്റും ലഭ്യമാണ്. മറ്റൊരു പ്രധാന കാര്യം ഈ പദ്ധതിയുടെ പുതുക്കലാണ്. എല്ലാ വർഷവും ഇത് പുതുക്കേണ്ടതുണ്ട്. പലപ്പോഴും ആളുകൾ ഇത് മറന്നു പോകാറുണ്ട്. അസുഖം വന്ന് ആശുപത്രിയിൽ ചെല്ലുമ്പോഴായിരിക്കും കാർഡ് കാലാവധി കഴിഞ്ഞ കാര്യം അറിയുന്നത്. അതിനാൽ കൃത്യസമയത്ത് ഇത് പുതുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സാധാരണയായി ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സമയത്താണ് പുതുക്കൽ നടപടികൾ നടക്കാറുള്ളത്. അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറിയിപ്പുകളും ശ്രദ്ധിക്കണം.
ഇതൊരു സർക്കാർ പദ്ധതിയാണ്, അതിനാൽ സുരക്ഷയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യരുത്. ആരെങ്കിലും വിളിച്ച് നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളോ OTP പാസ്വേഡോ ചോദിച്ചാൽ നൽകരുത്. സർക്കാർ ഉദ്യോഗസ്ഥർ ഫോണിലൂടെ ഇത്തരം വിവരങ്ങൾ ചോദിക്കില്ല. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിട്ട് അക്ഷയ കേന്ദ്രത്തിലോ വില്ലേജ് ഓഫീസിലോ പോവുക. ഇന്റർനെറ്റിൽ കാണുന്ന വ്യാജ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് വ്യക്തിഗത വിവരങ്ങൾ കൈമാറരുത്. നമ്മുടെ നാട്ടിൽ പലരും അറിവില്ലായ്മ കൊണ്ടാണ് വലിയ ചികിത്സാ ചെലവ് താങ്ങാനാവാതെ കഷ്ടപ്പെടുന്നത്. ഒരു ചെറിയ ഷെയർ ചിലപ്പോൾ ഒരു ജീവൻ രക്ഷിച്ചേക്കാം. നമ്മുടെ അയൽവാസികൾക്കും ബന്ധുക്കൾക്കും ഈ വിവരം പറഞ്ഞു കൊടുക്കുക. പ്രത്യേകിച്ച് പ്രായമായവർ താമസിക്കുന്ന വീടുകളിൽ ഈ ഹെൽത്ത് ID ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ സേവനം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്ത് സംരക്ഷിക്കാൻ സർക്കാരും നിങ്ങളോടൊപ്പമുണ്ട്. ഈ വിവരങ്ങൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ ആശുപത്രി ചിലവുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്ക പകുതിയായി കുറയും.